ഹായ്, എൻ്റെ പേര് സോഹൻ സോണി. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാനും എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും സക്സസ്ഫുൾ ആവാനുള്ള ഒരു ജേണിയിലാണ് ഞാൻ. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിലേക്ക് എത്താൻ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ തീം. ആൻഡ് ഈ ഒരു തീമിനോട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെന്ന് വെച്ചാൽ ഒരു ചലഞ്ചാണ്, എനിക്ക് ചെയ്യാൻ പേടിയും മടിയുള്ള ഒരു കാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് തപ്പി ഇറങ്ങുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചലഞ്ച്. അതായത് ഇനി ഈ വീഡിയോ പുരോഗമിക്കാൻ പോകുന്ന ഈ ഒരു പബ്ലിക് സ്പേസിൽ വെച്ചായിരിക്കും ചെയ്യാൻ നല്ല ചടപ്പൊക്കെ ഉണ്ട്, വെച്ചാൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു സിനാറിയോ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു എന്താ പറയുക ഷൈനസും പേടിയും കാരണം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അതായത് പൊതുവെ പബ്ലിക് വൈസിൽ എനിക്കിപ്പോൾ ഒരു ടാസ്ക് വരികയാണ്, എനിക്ക് ഈ ടാസ്കിനെക്കാട്ടും ഫോക്കസ് ഈ അടുത്തുള്ളവർ നോക്കുന്നുണ്ടോ, ഇവര് എന്താ വിചാരിക്കുന്നുണ്ടോ, ഇവരെന്തിനാ എന്നെ നോക്കുന്നത്, അതായിരിക്കും കൂടുതൽ കൺസേൺ. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ അത് മാറ്റിയെടുക്കാൻ ഇതുപോലെ ഓരോ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇപ്പോൾ കൂളായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൂളായിട്ട് ചെയ്യാൻ പറ്റണം. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവന്മാരെ മറക്കാൻ പറ്റണം. അതായത് ഇവരെ ഓർമ്മയില്ലാതെ ആ ടാസ്കിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മുന്നിലുള്ള ടാസ്ക് എനിക്ക് ഇൻവിസിബിൾ ആണ്. ഇവർ നോക്കുന്നുണ്ടോ ഇപ്പോഴും ഇതന്നെ ഞാൻ വിചാരിക്കുന്നത്. ബസ്സിലുള്ളവരെന്തിനാ എങ്ങനെ നോക്കുന്നത്, സൈഡിലുള്ളവരെന്തിനാ എങ്ങനെ ചെവി അടുപ്പിച്ച് പോകുന്നതെന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ എൻ്റെ ടാസ്ക് ഇൻവിസിബിളും ഇവർ വിസിബിളും ആണ്. അത് മാറിയിട്ട് എവന്മാരൊക്കെ ഇൻവിസിബിൾ ആവും, എൻ്റെ ടാസ്ക് വിസിബിൾ ആവും. അതിൽ കൂടുതൽ ഫോക്കസ് ചെലുത്താൻ പറ്റണം. ആ ഒരു സെറ്റപ്പിലേക്ക് എത്തണം. അപ്പോൾ അതിനുള്ളൊരു പ്രാക്ടീസ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസൊക്കെ ഇതുപോലെയുള്ള സിനാരിയോസിലേക്ക് ചെയ്തു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മാനാഞ്ചിറയിൽ കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് രണ്ട് ബുക്ക് എടുക്കണം. ബുക്ക് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീസൺ പറയുന്നത്, പൊതുവെ എൻ്റെ ഏജിലുള്ളവർക്കും ടീനേജേഴ്സിന് ഒരു വിചാരമുണ്ട്, ഞങ്ങളുടെ ചിന്താഗതിയാണ് കറക്റ്റ്, ഞങ്ങളുടെ പെർസ്പെക്റ്റീവാണ് കറക്റ്റ്. ശരിക്കും ഞങ്ങൾ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അതുവരെ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ള അറിയാനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോളജാണ്. അതിൻ്റെ അതിനുള്ളൊരു നല്ലൊരു ടൂളാണ് ബുക്ക്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യമല്ല കേട്ടോ, സാഹിത്യം ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. സാഹിത്യം എന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും നമുക്ക് രസത്തിൽ വായിച്ചിരിക്കാം. അതല്ല, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയ, വായിക്കാൻ കുറച്ചുകൂടി ബോറിംഗ് ആയ ബുക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ രണ്ട് ബുക്കാണ് എടുക്കാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ്. ഇവിടെ താഴെയായിട്ട് കുറച്ച് ബുക്ക് സ്റ്റാളുകളുണ്ട്. ഇവിടെ യൂസ്ഡ് ബുക്ക്സ് കിട്ടും. അപ്പോൾ അതിന് ഒറിജിനൽ ബുക്കിനേക്കായിട്ട് പകുതി പൈസ കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഇവിടെ തന്നെ വന്നത്. എന്തായാലും ഇവിടെ നിന്ന് കയറി നോക്കാം. സോ ഇതൊക്കെയാണ് ആ രണ്ട് ബുക്കുകൾ. ആദ്യത്തെ വെച്ചാൽ മാർക്കസ് ഓറേലിയസിൻ്റെ മെഡിറ്റേഷൻസ് ആണ് ബുക്കാണ്. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ധ്യാനിച്ചിരിക്കുന്ന ആ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ അല്ല. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ സ്റ്റോയിസിസം, പിന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, സ്ട്രോങ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക, ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കാൻ എനിക്ക് പൊതുവെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് ഈ ബുക്ക് ചെയ്തത് എത്ര ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ്. മാർക്കസ് ഓറേലിയസ് എന്ന് പറഞ്ഞ റോമൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളായി എഴുതി വെച്ചതിൻ്റെ ശേഖരം ആണ് ഈ ബുക്ക്. ആൻഡ് ഇത്ര കാലം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ബുക്ക്. സോ ഈ ബുക്ക് വായിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് രണ്ടാമത്തെ ബുക്കാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്ന ഡെയിൽ കർണേൻ്റെ ബുക്ക്. ആൻഡ് ഇതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ എങ്ങനെ പുതിയ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്സ് ആവാം, എങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബുക്ക് പറയുന്നത്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അയാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സ്കില്ലാണ് അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആൻഡ് അത് അയാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കും സിറ്റുവേഷൻസ് അനുസരിച്ച് പഠിച്ചു വരുന്നതല്ലാണ്ട് അതിൻ്റെ പുറത്തോട്ട് പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓൾസോ ഞാനിപ്പോൾ ആൾക്കാരോട് സംസാരിക്കുന്ന രീതി ഞാൻ ഒരിക്കലും വിചാരിക്കുന്നത് അത് കറക്റ്റായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതാണ് എൻ്റെ ഫ്ലോ, ഇങ്ങനെ സംസാരിച്ചിട്ടില്ലേ ഞാനല്ലാതെ ആവും എന്ന് പറഞ്ഞ് സെറ്റിലാവാൻ എനിക്ക് പ്ലാനില്ല. ഏതാണോ നല്ലതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഈ ബുക്ക് ഞാൻ അങ്ങനെ വായിച്ചു പോകുന്നതല്ലാതെ ഈ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒരു ലൈവ് എക്സ്പീരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് ആ
വീഡിയോ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നിന്ന് പഠിക്കുന്ന ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മളതിൽ പബ്ലിക്കിൽ എക്സ്പീരിയൻസ് ചെയ്തു അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ആൻഡ് ഈ ചാനൽ ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ 1 കൊല്ലം കൊണ്ട് ഒരാൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ, അങ്ങനെ സക്സസ്ഫുൾ ആവാൻ പറ്റുകയാണെങ്കിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ആൻഡ് ഇതുവരെയുള്ള എൻ്റെ 5 മാസത്തെ ഒരു റിസൾട്ട് ഞാൻ ഇവിടെ പറയാം. ഫൈനാൻഷ്യൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു 60 to 70% വിൻ റേഷ്യോ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫണ്ട് ട്രേഡിങ്ങിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുകയും അതിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ ഫോട്ടോഗ്രാഫീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി കുറച്ച് ഡൗൺ ആവാൻ പോവുകയാണ്. കാരണം മഴക്കാലമാണ്, ഓഫ് സീസണാണ്. അത് എനിക്ക് കുറച്ച് പണിയായിരിക്കും. പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ വെഡ്ഡിങ് വിത്ത് റിസപ്ഷൻ അങ്ങനെയുള്ള ഫുൾ ഡേ വർക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇത് കീപ്പപ്പ് ചെയ്യാൻ കുറച്ച് പണിയാണ്. എന്നാലും അത് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര അടിപൊളിയൊന്നും ആയിട്ടില്ലെങ്കിലും സ്റ്റിൽ ഹോപ്പ് ഉണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. ഇനി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഒരു 7 മാസമാണ് എൻ്റെ കയ്യിലുള്ളത്. ലെറ്റ്സ് സീ.